അത് മറ്റൊന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു വോൾട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അത് അറസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്വാഗത പ്രസംഗത്തിനായി ടണൽ ചെയർമാൻ ശ്രീ BCR നായർ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. തണലായ ചരിത്രം കഴിഞ്ഞ 18 വർഷങ്ങൾക്ക് മുമ്പ് സെക്കൻഡറാബാദ് നഗരത്തിലെ ഒരു സാധാരണമായ മലയാളി കുടുംബം, ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്ന മനുഷ്യൻ വേർപെടുമ്പോൾ വിറങ്ങലിച്ചു നിന്നിരുന്ന ആ കുടുംബത്തിന് കൈത്താങ്ങാകുന്നു ആ പ്രദേശത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ. അവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ 18 വർഷം ഈ ഇരട്ട നഗരങ്ങളുടെ മലയാളികളുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളുടെയും സാരഥിയാകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന അഭിമാനപൂർവ്വം ഞങ്ങൾ പറയുകയാണ്. വിദ്യാഭ്യാസ സഹായ മേഖലയിലായാലും മലയാളിയുടെ ആതുര സേവന മേഖലയിലായാലും സാംസ്കാരിക കലാപ്രവർത്തനങ്ങളുടെ വേദിയിലായാലും എല്ലായിടത്തും തണൽ വേറിട്ട വ്യക്തിത്വം നിലനിർത്തി പോകുന്നു. മലയാളത്തിലെ പ്രമുഖരായ കലാകാരന്മാരെ ശ്രീ ഗാനഗന്ധർവൻ യേശുദാസിൽ തുടങ്ങി കലാഭവൻ മണിയിലൂടെ അനവധി കലാകാരന്മാരെ, നമ്മുടെ ഇപ്പോഴത്തെ MLA പിഷാരടി ഉൾപ്പെടെയുള്ള കലാകാരന്മാരെ ഹൈദരാബാദിൽ പരിചയപ്പെടുത്താൻ തണലിന് കഴിഞ്ഞു എന്നത് ഏറെ ചാരിതാർത്ഥ്യത്തോടെയാണ്. ഇന്ന് എന്റെ കർത്തവ്യം സ്വാഗതം അർപ്പിക്കുകയാണ്. ആദ്യം ഞാൻ നിങ്ങളേവരെയും ഈ വലിയ ഉത്സവത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തണലിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ TV വർഗീസ്, തണലിന്റെ നെടുന്തൂണാണ് വർഗീസ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ഒക്കെ അഹോരാത്രം പണിയെടുക്കുന്നു. വലിയൊരു ഉത്സവം നടത്തുമ്പോൾ അതിന്റെ പിറകിലെ ഒരുപാട് പ്രയത്നങ്ങൾ, ഒരുപാട് അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനത്തിന് മുതിർന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ TV വർഗീസിനെ ഞാൻ ഈ തണലോണം 2026 ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തണലിന്റെ സെക്രട്ടറി
ശ്രീ പ്രദീപ് പൊന്നൻ എന്നതിലുപരി തണൽ പ്രദീപ് എന്നറിയപ്പെടാൻ ഏറെ ആഗ്രഹിക്കുന്ന നമ്മുടെയൊക്കെയും എല്ലാവരുടെയും സുഹൃത്തായ ഈ ഇരട്ട നഗരങ്ങളുടെ മലയാളികൾ പ്രദീപിനെ അറിയാത്തവർ, തണൽ പ്രദീപിനെ അറിയാത്തവർ വളരെ വിരളമാണ്. ശ്രീ പ്രദീപ് ഈ ഉത്സവത്തിലേക്കായി ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തണലിന്റെ ട്രഷറർ ശ്രീ ദീപക് ദിവാകർ. കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് തണൽ ഒരു തീരുമാനമെടുത്തിരുന്നു, യുവതലമുറയിലേക്ക് ഒരു പവർ ട്രാൻസ്ഫോർമേഷൻ. ശരിക്കും അത് തന്നെയാണ് നടന്നത്. ഞങ്ങൾ ചെറുപ്പക്കാരിൽ നിന്ന് തെരഞ്ഞെടുത്തു ശ്രീ ദീപക് ദിവാകർ തണലിന്റെ ട്രഷററായി. യുവരത്നത്തിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടം അതായിരുന്നു ശ്രീ ദീപക് ദിവാകറിലൂടെ തണൽ കണ്ടെത്തിയ ട്രഷറർ. ശ്രീ ദീപക് 2026 ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തണലിന്റെ അഡ്വൈസർ ശ്രീ സുഗതൻ വളരെ കാലം തണലിന്റെ സെക്രട്ടറി ആയിരുന്നു, തണലിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. തണലിന്റെ എല്ലാ ഉത്സവങ്ങളിലും തണൽ നടത്തുന്ന കലാപരിപാടികൾ, തണൽ നടത്തുന്ന ആയുരാരോഗ്യ പ്രശ്നങ്ങൾ, നിരവധി സംഘടനാപരമായ പ്രവർത്തനങ്ങൾ, തണൽ നടത്തുന്ന സെമിനാറുകൾ, തണൽ നടത്തുന്ന നാടകങ്ങൾ, ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വം ശ്രീ സുഗതൻ, തണലിന്റെ അഡ്വൈസർ. അദ്ദേഹത്തെ തണലോണം 2026 ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഉത്സവത്തിന്റെ വിശിഷ്ടാതിഥി, തണലോണം 2026 വിശിഷ്ടാതിഥി ശ്രീ കണ്ണാട്ട് സുരേന്ദ്രൻ നായർ. ഹൈദരാബാദ് മലയാളികൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മലയാളികൾക്ക്, ലോകമാകമാനമുള്ള മലയാളി സമൂഹത്തിന്, പ്രവാസി സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് ശ്രീ കണ്ണാട്ട് സുരേന്ദ്രൻ. കണ്ണാട്ട് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ, അതിലുപരി വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ വൈസ് ചെയർമാൻ, ഇൻഡോ അമേരിക്കൻ ചേംബർ ഓഫ് കോമേഴ്സിന്റെ പ്രധാന പ്രവർത്തകർ, നിരവധി മലയാളി സമൂഹത്തിന്റെ അന്താരാഷ്ട്ര തലങ്ങളിൽ നിരവധി, അത് സൗത്ത് ഏഷ്യയിലായാലും അമേരിക്കൻ ഐക്യനാടുകളായാലും യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലായാലും ലോക മലയാളികളെ സംഘടിപ്പിക്കുന്നതിൽ, ലോക മലയാളികളുടെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നതിൽ, സാധാരണക്കാരായ മലയാളികൾക്ക് സഹായഹസ്തം നൽകുന്നതിൽ ശ്രീ കണ്ണാട്ട് സുരേന്ദ്രന്റെ പ്രവർത്തന മേഖല എടുത്തു പറയേണ്ടതാണ്. ഇന്ന് നമ്മുടെ തണലിന്റെ 2026 ഓണാഘോഷം, തണലോണത്തിന് അദ്ദേഹത്തെ വിശിഷ്ട അതിഥിയായി ലഭിച്ചത് നമ്മുടെ ഒരു വലിയ സന്തോഷവും ആനന്ദവും നൽകുന്ന കാര്യമാണ്. തണലോണം 2026 നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീ കണ്ണാട്ട് സുരേന്ദ്രൻ നായരെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നിങ്ങൾ എല്ലാവരെയും സദസ്സ് വളരെ സമ്പുഷ്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയിൽ വന്നൊരു ചെറിയ മാറ്റമായിരിക്കാം ആൾക്കാർ ഇങ്ങോട്ട് എത്താൻ ചെറിയൊരു താമസം ഉണ്ടാകുന്നത്. കുറച്ചു കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കസേരകളെല്ലാം നിറഞ്ഞിരിക്കും. വലിയൊരു ഉത്സവ പരിപാടിയാണ്. മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഗായകൻ ഉണ്ണിമേനോൻ, അദ്ദേഹത്തിനോടൊപ്പം തീർത്തും അദ്ദേഹം തിരഞ്ഞെടുത്ത അദ്ദേഹത്തിന്റെ ഓർക്കസ്ട്ര ടീം, വലിയൊരു കലാപരിപാടിയാണ് നമുക്ക് ഇന്ന് തണൽ കാഴ്ചവെക്കുന്നത്. നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഈ ഉത്സവത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവരും കൈയടിച്ചേ, എല്ലാവരും കൈയടിക്കുക. എല്ലാവരുടെ കൈയടിയോടുകൂടി നമ്മുടെ മാവേലി തമ്പുരാനെ നമുക്ക് വരവേൽക്കാം. എല്ലാവരുടെ കൈയടിയോടുകൂടി, എല്ലാവരുടെ മനസ്സുകളിലും എല്ലാവരുടെ മുഖത്തും നല്ലൊരു ചിരികൾ ഉയരട്ടെ. നല്ല ചിരികളോടുകൂടി, നല്ല കൈയടിയോടുകൂടി ആർപ്പ് വിളിക്കാൻ അറിയാവുന്ന നല്ലൊരു ആർപ്പ് വിളിച്ച് ദുഷ്ടരെ കൺകൊണ്ട്
തണലിന്റെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും എന്റെ നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എന്താ ഒരു സൗണ്ട് കുറവ് പോലെ? ഒന്ന് സൗണ്ടോടെ സംസാരിക്കാം. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ അങ്ങ് പാതാളത്തിൽ നിന്ന് വരികയാണ്. ഇന്ന് അത്തം നാൾ, ഇന്ന് തൊട്ട് ഓണം തുടങ്ങുകയാണ്. ആദ്യത്തെ അത്തം നമ്മളുടെ തണലിന്റെ ഓണാവേശത്തോടുകൂടി തുടങ്ങാമെന്ന് എല്ലാവരും പറയുകയുണ്ടായി. അത് കാരണം ആ ക്ഷണപ്രകാരം ഞാൻ വന്നതാണ്. എല്ലാവർക്കും ഈ ഓണാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അത്തത്തോടെ നമ്മൾ ഓണം തുടക്കം കുറിക്കുകയാണ്. ഇന്ന് തൊട്ട് 10 നാൾ നമ്മുടെ ഓണം. പിന്നെ എല്ലാവർക്കും എന്റെ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഗുഡ് ഈവനിങ്. നമസ്കാരം. തണൽ മലയാളി സേവാ സമിതി സെക്രട്ടറി തണലോളം 2026 നടത്തപ്പെടുന്ന നമ്മുടെ പ്രശസ്ത പിന്നണി ഗായകൻ ഉണ്ണിമേനോൻ സാർ നയിക്കുന്ന ഈ സംഗീതയാത്ര SSO ഷാപ്പയിലൂടെ സംഗീതയാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവരും റെഡിയാണോ? ഓക്കെ ആണെല്ലാവരും? ഹാപ്പിയാണ് എല്ലാവരും? ഒരു നല്ലൊരു കൈയ്യിൽ ആദ്യം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഏതൊരു പ്രോഗ്രാമിൻ്റെയും പരിപൂർണത പിരിഞ്ഞ് പ്രേക്ഷകരുടെ എല്ലാവരും ഞങ്ങൾ കൊണ്ടിരിക്കുന്ന നിങ്ങൾ ആത്മാർത്ഥമായ പ്രോത്സാഹനമാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ആയിരം കൈകൾ തമ്മിൽ പ്രണയിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മധുര സുന്ദരമായ ശബ്ദം ഞങ്ങൾക്ക് ഒഴുകിയെത്തുമ്പോൾ ഞങ്ങളുടെ പ്രചോദനമാണ്. ഈ പ്രോഗ്രാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള നല്ലൊരു ഇന്ധനം കൂടിയാണ്. അപ്പോൾ എന്തായാലും ആദ്യം ഭക്തിസാന്ദ്രമായ ഗാനമായി വേദിക്കുകയാണ്. അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാവരും അല്ലെ എന്ത് കാത്തിരിക്കുന്ന കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ശബ്ദത്തെ വീട്ടിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. നേരത്തെ നമ്മുടെ നേരത്തെ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. 4000-ൽ പരം പാട്ടുകൾ, നമുക്ക് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ, അത് മലയാളത്തിലായിക്കോട്ടെ, തമിഴിലായിക്കോട്ടെ, കന്നഡയിലായിക്കോട്ടെ, ഒരുപാട് നല്ല പാട്ടുകൾ. അപ്പോൾ കുറച്ച് പാട്ടുകൾ അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ, നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരുപാട് നല്ല പാട്ടുകൾ ഇന്ന് കേൾക്കണം. അപ്പൊ എന്തായാലും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ട് വേണം. അപ്പൊ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം ഉണ്ണിമേനോൻ സാർ. നല്ലൊരു കൈ കൊടുക്കുക പ്ലീസ്. എന്തോ സുഖമല്ലേ? ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇതുപോലെ വരുന്നത്. ഓണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആർക്കും പറയാം? അതന്നെ, മാവേലിയായിട്ട് കണക്റ്റഡാണ്. അവിടെ നല്ല ചൂടായിട്ട് നിൽക്കണം. നമുക്കൊന്ന് കൂടണം. അതാണ് ഓണം എന്ന് പറഞ്ഞാൽ ഒന്നാവണം എന്നാണ്. ഓക്കെ, ഈ ഒരു മഹത്തായ സന്ദേശം തന്നത് മാവേലി. അപ്പോൾ നമുക്ക് മാവേലിയെ വണങ്ങാം. ഇനിയൊരു 10 ദിവസം കഴിഞ്ഞാൽ അദ്ദേഹം വരുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ആർത്തുകൂടി കേൾക്കാം. എല്ലാവർക്കും നോക്കട്ടെ. ഭയങ്കര സ്ട്രോങ് ആയിട്ടോ, വീക്കല്ല. തുടങ്ങാം. 2 മണിക്കൂറാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. റെഡി?